അതാ ഞങ്ങൾ ഫൈനലി ഈ ലുക്കിലായിട്ടുണ്ട്. എവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതാക്കാൻ. അതാ മുട്ട. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാളായി വീഡിയോസൊക്കെ എടുത്തിട്ട്, വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടും വീഡിയോസ് എടുത്തിട്ടൊക്കെ കുറേ നാളായിട്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്കിപ്പോൾ എന്താ പറയുക, വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ വീഡിയോ ആയിട്ട് നമുക്കൊരു കണ്ടൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ്. നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു കാരണം എന്താ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കണം. അപ്പം എന്നോട് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കമൻറ്റിലും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് സംസാരിക്കണം. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി സംസാരിച്ച് വരുമ്പോൾ നമ്മുടെ ഫേസ് ഫോണിൽ കാണുമ്പോൾ നമ്മൾ നേരിട്ട് അതിലേക്ക് തന്നെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നത് നമ്മുടെ കുഞ്ഞാച്ചിയുടെ മുടി ഒന്ന് വെട്ടണമെന്ന്. അതായത് നമ്മൾ പഴനിക്ക് നേർച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പഴനിക്ക് ഇതുവരെയായിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മുടെ സനുക്കുട്ടിയുടെ അത് നമ്മൾ പഴനിക്ക് നേർച്ച നടന്നിട്ട് അവൾക്ക് 3-3.5 വയസ്സായപ്പോഴാണ് കേട്ടോ നമുക്ക് പഴനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലോ. ബാല എന്ന് പറഞ്ഞ പോലെ കേട്ടോ നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മൾ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അവിടെ പോകാൻ അങ്ങോട്ട് സെറ്റായിട്ടില്ല. അതായത് നമ്മുടെ സനുവിൻ്റെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് മുടി വെട്ടണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ആ ടൈമിലായിരുന്നു കേട്ടോ കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് 3-3.5 വയസ്സായപ്പോഴാണ് നമ്മൾ പഴനിക്ക് പോയിട്ട് മുടി മൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ സത്യം പറഞ്ഞ സനുവിൻ്റെ മുടി 5-6 തവണയൊക്കെ മുടി മൊട്ടടിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇവിടുന്ന് ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ ഒരാഴ്ച പോയി നിന്ന് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ മുടി മൊട്ടടിച്ചിട്ട് അവിടെ വരിക. അപ്പം നമ്മുടെ എന്താ അടുത്തുള്ളവരൊക്കെ ചോദിക്കുന്ന ചോദ്യം, എന്താ ആഴ്ചയിൽ മുടി മൊട്ടടിക്കലാന്നിട്ട്. അങ്ങനെ ഞാൻ അവളുടെ മുടി മൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ അവൾക്ക് എന്താ പറയുക തിക്കോട് കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മുടി ഉണ്ടാവുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുടി മൊട്ടടിക്കുകയായിരുന്നു. പക്ഷെ അതെനിക്കൊരു എന്താ പറയുക, കുട്ടികളുടെ മുടി ഞാൻ തന്നെ ബാർബറായ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സനുവിൻ്റെ മുടി ഒരുപാട് തവണ മൊട്ടടിച്ച്, കാരണം അത്യാവശ്യം നല്ല തിക്കിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വളർന്ന് വരുന്നത്. അപ്പോൾ ഞാനെന്താ വിചാരിക്കുന്നത്, അങ്ങനെ കുറേ തവണ മൊട്ടടിച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവളുടെ മുടി ഇങ്ങനെ തിക്കിൽ വളരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കുഞ്ഞാറ്റയുടെ മുടി ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് പഴനിക്ക് നേർന്നിട്ടുണ്ടെങ്കിലും അതിപ്പോൾ പോകുമ്പോൾ മുടി മൊട്ടടിക്കാമല്ലോ. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് പരീക്ഷിച്ചാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, കുറേ ദിവസമായി വിചാരിക്കും. പക്ഷേ കുഞ്ഞാറ്റയുടെ ഉറക്കത്തിലാവുമ്പോഴല്ലേ നമുക്കത് വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറങ്ങാത്തതിൻ്റെ പല ടൈമിലാണ് അവൾ ഉറങ്ങണത്. അപ്പോൾ നമ്മൾ കുഞ്ഞാറ്റ ഉറങ്ങുന്ന ടൈമിലാവും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പണികളിലാവും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്കത് വെട്ടി കൊടുക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ കറക്റ്റായിട്ട് കുഞ്ഞാറ്റ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതാ 1 മണി ആവണ ഈ ടൈമിലാണ് കേട്ടോ ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് ഞാനൊന്ന് മുടി വെട്ടി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ എന്താ, അവിടെ നല്ല മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴയാണ്. അപ്പം ചിലപ്പോൾ ഞാൻ പറയുന്ന വോയിസ് കേൾക്കുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഓൺ വോയിസാണ് ഇപ്പോൾ കൊടുക്കണത്. ഇനിയിപ്പോൾ ഒരു പക്ഷേ അത് കേട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ വോയിസൊക്കെ മാറ്റിയിട്ട് ഞാൻ പിന്നീട് വോയിസ് കൊടുക്കേണ്ടി വരും. പിന്നെന്താ, ഞാൻ കുഞ്ഞിൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടത്. എന്താ കരിഞ്ചീരക വെള്ളമാണ്. അപ്പോൾ അതിടയ്ക്ക് കുടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ മാറ്റം മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. 4 കിലോക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമാണ്. പിന്നെന്താ പറയുക, തൈറോയിഡ് ഇതിൻ്റെ ഇടയിൽ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. 100 ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ തൈറോയിഡ് കൂടിയ കാരണമാണ് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിച്ചത്. എന്താ പറയുക, 100 ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തൈറോയിഡ്. അപ്പം അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഡയറ്റും എക്സസൈസും പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ നമ്മുടെ കുഞ്ഞാറ്റ എപ്പോഴും ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഈ ഒരു 4-5 കിലോ ഒരാഴ്ചയിൽ കുറഞ്ഞാൽ തന്നെ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. കറണ്ട് പോയി 3.5 ലിറ്ററൊക്കെ ഞാൻ ഡെയിലി വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെന്താ, ഭക്ഷണമൊക്കെ നല്ല പോലെ നിയന്ത്രിക്കുന്നുണ്ട്. നമുക്ക് ആർക്ക് വിചാരിച്ചാലും വെയിറ്റൊക്കെ നല്ല പോലെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ തന്നെ വിചാരിക്കണം. ഞാനെന്താ കുറേ നാൾ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സനുവിനെയൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 45
50 കിലോയുടെ ഉള്ളിലായിരുന്നു കേട്ടോ. അപ്പോൾ സനുവിന് 5 വയസ്സായിട്ടുണ്ട്. പക്ഷെ സനുവിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ 75 കിലോ ആയി. അതെങ്ങനെ ആയതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആ ഒരു ഫസ്റ്റ് മാസത്തിലൊക്കെ ഞാൻ പോയപ്പോൾ വെയിറ്റേ കൂടുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് 3 മാസത്തോളം ആ ഒരു 45-47 ആ ഒരു വെയിറ്റിൽ മാത്രമേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ വരെ ചോദിച്ചിരുന്നു എന്താ വെയിറ്റ് കൂടാതെന്ന്. പക്ഷേ ലാസ്റ്റ് 7-8 മാസമായപ്പോൾ പെട്ടെന്ന് അടിച്ച് കയറി പറഞ്ഞ അവസ്ഥ. വെറും ഒരാഴ്ച കൊണ്ടൊക്കെയാണ് 5-6 കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ആ വെയിറ്റ് ഭയങ്കര ഒരു പൊണ്ണത്തടി തന്നെയായിരുന്നു കേട്ടോ. ഡെലിവറി ടൈമിൽ ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് ആ വെയിറ്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ സൈന് 3200 ആയിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. 75-ന് ജസ്റ്റ് 3 കിലോ കുറഞ്ഞ 73 കിലോ ഒക്കെ പിന്നെയും ഡെലിവറി കഴിഞ്ഞിട്ടും എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് കുറയ്ക്കണം എന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് കുറയൊക്കെ ചെയ്തു. 60-50 ആ ലെവലിലൊക്കെ ആയി. പിന്നെ കുഞ്ഞാറ്റയുടെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പിന്നെയും വെയിറ്റ് കൂടിയതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ തൈറോയിഡ് ആയിട്ടാണ് വല്ലാണ്ട് തടി ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റി ഇതേപോലെ തന്നെ 3200 തന്നെയായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഇപ്പോൾ വെയിറ്റ് കുറച്ചാലും നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടും വല്ലാണ്ടൊന്നും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുഞ്ഞാറ്റയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 63 കിലോ ആയിരുന്നു. അതിന്ന് ഞാൻ 57 കിലോ വരെ എത്തിച്ചിരുന്നു. പിന്നെ തൈറോയിഡ് ആയപ്പോൾ പിന്നെ 60 ആ ലെവലിലേക്ക് വെയിറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും വെയിറ്റ് ഉണ്ടെങ്കിലും വല്ലാണ്ട് പൊണ്ണത്തടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, നമുക്കിഷ്ടമായ ഡ്രസ്സ് ഇടാനും അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ച് എനിക്കെന്താ ഇനിയും വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹം. നമ്മൾ പട്ടിണി കിടന്നിട്ടല്ല കേട്ടോ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത്. നമ്മൾ നല്ലപോലെ ഡയറ്റ് ചെയ്തിട്ടും പിന്നെന്താ രാത്രി ചെറിയ എക്സസൈസ് ചെയ്തിട്ടും പ്രധാനമായിട്ട് നമ്മുടെ കുഞ്ഞാറ്റ ഫീഡ് ചെയ്യുന്നതും കാരണമാണ് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞത്. പിന്നെന്താ നമ്മൾ കുഞ്ഞാറ്റ ഫീഡ് ചെയ്യുന്ന കാരണം ഡയറ്റിലൊന്നും വല്ലാണ്ട് നിയന്ത്രണമില്ല. എന്നാലും ചെറിയ രീതിയിൽ അരിഭക്ഷണമൊക്കെ കുറച്ചിട്ട് വരുന്നുണ്ട്. അതിന് പകരം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുക വരികയാണല്ലോ. ഇപ്പം മഴക്കാലമല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പം എന്താ അതിന് പകരം മുരിങ്ങയില, അപ്പോൾ പാലുണ്ടാവാൻ വേണ്ടിയിട്ട് മുരിങ്ങയുടെ ഇലയൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മുരിങ്ങയുടെ ഇല അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇലക്കറികളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു 4-5 കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. പറഞ്ഞ് എവിടേക്ക് എത്തിയില്ലേ. പിന്നെന്താ, എന്തായാലും നമുക്ക് കുഞ്ഞാറ്റ ഇപ്പം നല്ല ഉറക്കത്തിലാണ്. കറണ്ടും പോയിക്കാണ്. ഇനിയിപ്പോൾ എങ്ങനെ മുടി വെട്ടാം, എനിക്ക് അത് ഫുള്ളായിട്ട് വെട്ടാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും പറ്റണത്തോളം വെട്ടിയെടുക്കും. എന്നിട്ട് പിന്നെ പറ്റണ പോലെ അത് ഫിനിഷ് ആക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് മുടി വെട്ടാനായിട്ട് തുടങ്ങാം. ഇപ്പം എന്തായാലും അതിന് മുന്നോട്ട് കുറച്ച് പരിപാടികളുണ്ട്. എന്താ ഷേവ് സെറ്റ്, അതിൽ പുതിയ ബ്ലേഡാണ്, അത് ബ്ലേഡൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെന്താ കത്രിക തിരഞ്ഞപ്പോഴാണ് ചെറിയ കത്രിക ഒന്നും കാണാനില്ല, അതിൻ്റെ ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ വലിയ കത്രികയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ വെട്ടാൻ. അപ്പോൾ അവൾ പതുക്കെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് പതുക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതുകൊണ്ട് വെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് മുന്നായിട്ട് ഉറങ്ങുന്ന ടൈമിലാണ് കണ്ണും പൊട്ടൊക്കെ എഴുതിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടി നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനേ ഇതിൽ ബ്ലേഡ് ഇട്ട് വയ്ക്കട്ടെ. അപ്പം എന്തായാലും നമുക്ക് കുഞ്ഞാറ്റേനെ എടുത്തിട്ട് വരാം. പുതിയ ബ്ലേഡ് ആയ കാരണം നല്ല പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കത്രികയും അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. ഇതിന് മുന്നേ സനുവിന് ഞാൻ മുടി വെട്ടിയിട്ടുള്ളത് ട്രിമ്മർ വെച്ചിട്ടാണ്. അതുകൊണ്ട് ആദ്യം എന്താ പറയുക, ഇങ്ങനെ വരണ്ടി എടുത്തിട്ട് പിന്നെ ഷേവ് സെറ്റ് കൊണ്ട് വടിച്ച് കളയുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞാറ്റേനെ എടുത്തിട്ട് വയ്ക്കുക. അപ്പം അതാ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാനെന്തായാലും ആദ്യം കണ്ണും പൊട്ടും എഴുതി കൊടുക്കട്ടെ.
കണ്ണും പട്ടൊക്കെ എഴുതി വരുമ്പോഴേക്കും ആൾ നീക്കണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാനെടുത്ത് ഫുള്ള് പ്ലാനിങ്ങും തെറ്റും തോന്നുന്നു. കണ്ണും പട്ടൊക്കെ പിന്നെ കൊടുത്ത് മുടി ആദ്യം വിട്ടാലേ. ഞാനും ഇനി രണ്ടാമതും കുളിക്കണം തോന്നുന്നു. നേരത്തൊക്കെ ആയിരുന്നു. അപ്പൊ പണി കിട്ടുമോ? അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് ട്രബിള് പറയുന്നു. പിടിക്കാത്ത സെറ്റായി വരുന്നുണ്ട് കേട്ടോ. പറ്റിയ പ്രശ്നം ഇത് പകുതിയൊന്നും പോകുന്നില്ലല്ലോ. ഈ സനുവിനൊന്നും വെട്ടുമ്പോൾ കുഴപ്പമുണ്ടാകുന്നില്ല. ഇതെന്താ മുടി? അയ്യോ, പൊസിഷൻ മാറി ഇനിയിപ്പോ. ഇങ്ങനെയൊക്കെ കോളാക്കി നിർത്തിയതിന് ചിരിച്ചറിയില്ലോ. ഏട്ടൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ട നന്നായിട്ടുണ്ട്. കിട്ടണമെന്നില്ല. പക്ഷെ എങ്ങനെയും സെറ്റാക്കി എടുക്കും. ഞാനൊരു പക്ഷേ അത് ഇത് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കും എനിക്കങ്ങനെ സെറ്റാക്കാൻ പറ്റാത്തത്. വെളുപ്പ് ഒരു തവണ അടിച്ചു വരി തുടച്ചിട്ടത് പിന്നെ ഒരുപാട് മെസ്സേജുകൾ വരും. ഒരു തവണ അടിച്ചു വരി തുടച്ചിട്ടത് ഇപ്പോൾ ഈ മുടിയൊക്കെ ആയാൽ ഒന്നും കൂടി വരും. കുഞ്ഞാറ്റ് നീക്കിട്ടതിന് മുന്നേ വേഗം പണി തീർന്നാൽ മതിയല്ലോ. എൻ്റെ കൂട്ടത്തിൽ കയറാൻ മതി.
ഇപ്പോഴും ഭയങ്കര പേടിയാണ് ഇവിടെ അണ്ടട അവിടെ. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും അതങ്ങനെ ഉറച്ചിട്ടില്ല. ഇപ്പോഴും ഒരു കുഴി പോലെ തന്നെയാണ്. അപ്പം അവിടെ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഏതൊരു ഒരു പുറം സെറ്റായിട്ട് വന്നാൽ പിന്നെ അടുത്ത പുറം നോക്കിയാൽ മതിയല്ലോ. കാല് പിന്നെ അങ്ങനെ മുടി നമ്മൾ അലങ്കോലാക്കി എടുത്തിട്ടുണ്ട്. സൂക്ഷിച്ചെങ്കിൽ പണി കിട്ടും കേട്ടോ. നമ്മൾ ഈ മുടി കടയിൽ കൊണ്ടുപോയിട്ട് വെട്ടിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. ജസ്റ്റ് 4 മാസം ആയോ അറിയില്ല. പക്ഷെ പെട്ടെന്ന് നല്ല മുടി വളരുന്നുണ്ട്. ഇപ്പോഴൊക്കെ മുടി വളരുന്നുണ്ട്. വലുതാവുന്ന ടൈമിൽ നമുക്ക് മുടി വേണ്ടി തരിക. അപ്പോഴൊക്കെ മുടി ഉണ്ടാവുക. മഴ പെയ്തപ്പോൾ മുതൽ എല്ലാവർക്കും ചുമ, കുര, ജലദോഷം വിട്ടങ്ങോട്ട് മാറുന്നില്ല. പിള്ളേർക്കായാലും വലിയവർക്കായാലും. എന്ത് സംഭവം കൊണ്ട് പിടിക്കാത്ത നടത്തിക്കേണ്ടി വരും.
എൻ്റെ പ്രശ്നമില്ല, ഇതിൻ്റെ പ്രശ്നമാണ്. എന്ത് ചെയ്യും? അതാ ഞങ്ങൾ പറഞ്ഞ പോലെ നീച്ച് മുടി നോക്ക് അവിടെ ഇവിടെയൊക്കെ നിൽക്കണ അവിടെ ഇവിടെയൊക്കെ നിൽക്കണ നോക്ക്. അതേ ഡാടാ നീ എന്താ ചെയ്യാ? നീ എന്തയ്യ മുടി അടിപൊട്ട മുടി. അതാ ബാബാ അയ്യ ഓർക്കിട്ട് മൂടി വെട്ടണം. അതാ ഞങ്ങൾ ഫൈനലി ഈ ലുക്കിലായിട്ടുണ്ട്. എവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതാക്കാൻ. എന്നാലും എന്തൊക്കെ കാട്ടി തന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കളഞ്ഞു. മുട്ടക്കുട്ടീനെ നോക്കിക്ക, അതിന് മുട്ടേനെ നോക്കിക്ക. അതാ മുട്ടക്കുട്ടി. അടാ അവസാനം ഫിനിഷ് ചെയ്തെടുത്തു. കുളമായില്ല. പക്ഷെ എവിടെയും ഇത് വെച്ചിട്ട് ഇതാക്കിയപ്പോൾ മുറിയൊന്നും ആയില്ല കേട്ടോ. അതന്നെ സമാധാനം. എന്തായാലും ഞങ്ങൾ മുട്ട അടിച്ചു ഗായ്സ്. മുട്ട അടിച്ചു. ആകെ എനിക്ക് സത്യം പറഞ്ഞ ചൊറിയാണ്. എൻ്റെ മേലൊക്കെ ആകെ മുടിയായിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, വീട് മൊത്തം മുടിയെന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. അപ്പം എല്ലായിടത്തും ഇതേവിടെ ഞാൻ കാട്ടിത്തരാം. നിലത്തൊക്കെ കിടക്കുന്നുണ്ട് മുടി. അതുപോലെ ഞാൻ റൂമിൽ പോയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള മുടിയൊക്കെ കളഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ അവിടെയൊക്കെ ആകെ അടിച്ചു വാരിയിട്ട് വേണം. അതിന് മുന്നേ ഞാൻ എന്തായാലും അവിടെ കുഞ്ഞാറ്റയുടെ കഴുത്തിലും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ എന്തായാലും കുഞ്ഞാറ്റേനെ പോയി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ നമുക്കറിയാമല്ലോ എവിടെയൊക്കെ മുടി ഉണ്ട് എന്ന്, ഇങ്ങനെ കളറായിട്ട് നിൽക്കണ്ട. അപ്പം അത് നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം. അപ്പം എന്തായാലും ഞങ്ങളെ കുളിപ്പിച്ചിട്ട് വരാം. അതാ ചാച്ചി കുച്ചു വന്നേ. ഞങ്ങളുടെ മുടിയൊക്കെ പോയി. ചാച്ചി കുച്ചു ഇനി മുടി ഇതേ കണ്ടില്ലേ, കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇനി അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇനി ഉറക്കിയിട്ടാണ് ഇനി ബാക്കി ഞാൻ ചെയ്യുള്ളൂ. അപ്പം എന്തായാലും ഇവിടെ വെച്ചിട്ട് വ്ളോഗ് ഫിനിഷ് ചെയ്യാണ്. മുട്ടക്കുട്ടി അയ്യോ അതാ മുട്ട ഇവിടെ പല്ല് ഈ പല്ല് ഇവിടെ. അപ്പം ഞാൻ രാത്രിയിലൊക്കെ ഉണ്ടോ ചിലപ്പോൾ അവൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ ഇനി ബാക്കിയുള്ള ആ മുടി ഒന്ന് സെറ്റാക്കി കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഉറങ്ങുകയാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ചെയ്ത് കൊടുക്കും. മുടിയാടാ മുടിയതേ. അതാ നിലത്ത് മുടിയൊക്കെ എടുക്കുന്നേ. മുടിയാട്ടാ അമ്മ കളയാം. അപ്പം ഇനി എന്തായാലും അവൾക്ക് ഞാൻ പാൽ കൊടുത്തിട്ട് അവളെ തന്നെ ഉറക്കട്ടെ. എന്തായാലും ബേബി തരാം. നേരത്തെ ഉറക്കം അവൾക്ക് കിട്ടിയിട്ടില്ല. മുടി മുമ്പ് വേണോ മുടറോളോ. ഹായ് ടാറ്റ പറഞ്ഞ
ടാറ്റാ. ബൈ പറയ്. ബൈ പറയ്. ബൈ ബൈ. അയ്യോ അത് മുടി വെട്ടാനൊരു യുദ്ധമായിരുന്നു. യുദ്ധമായിരുന്നു അല്ലേ? ഈ ചേച്ചി വരുമ്പോഴത്തേ ഇടാ മുട്ടക്കുട്ടി ചോദിക്കും. ഇടാ മുട്ടക്കുട്ടി ചോദിക്കും. ഇടാ മുട്ടക്കുട്ടി ചോദിക്കും. എന്താ മുട്ടക്കുട്ടി? ബൈ ടാറ്റാ. ഡാഡാ ഞങ്ങൾ പോവാണ്. ഡാഡാ ഞങ്ങൾ ഒങ്ങാൻ പോട്ടെ. പറയ് ടാറ്റാ. ടാറ്റാ.